അടുത്ത മാസം നടക്കുന്ന എട്ടാമത് സ്വലാത്ത് വാർഷികവും ഖത്മുൽ ഖുർആൻ വാട്സപ്പ് കൂട്ടായ്മയുടെ സംഗമവും അതേപോലെ എല്ലാ വർഷവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരെ ഉംറക്ക് അയക്കുന്ന ചടങ്ങുമൊക്കെ അടുത്ത സ്വലാത്ത് മജ്ലിസ് വാർഷികത്തിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വേദിയിൽ എട്ടാമത് സ്വലാത്ത് വാർഷികത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടക്കുന്നുണ്ട്. വേദിയിലുള്ള മുഴുവൻ ഉസ്താദുമാരും പോസ്റ്റർ പ്രകാശന ചടങ്ങിന് നേതൃത്വം നൽകുന്നു. എല്ലാ ഉസ്താദുമാരെയും ആദരപൂർവ്വം പോസ്റ്റർ പ്രകാശനത്തിന് ക്ഷണിക്കുന്നു. അറ്റമില്ലാത്ത പുണ്യങ്ങളും മഹത്വങ്ങളുമുള്ള ആരാധനയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. ഹൃദയത്തിൽ പ്രവാചക സ്നേഹവും അനുരാഗവും തളം തട്ടി നിൽക്കുന്ന വിശ്വാസിയുടെ ആത്മനിശ്വാസമായി അവന്റെ ചുണ്ടുകൾ സ്വലാത്ത് ലയിച്ചുകൊണ്ടിരിക്കും. സ്വലാത്തിന്റെ പുണ്യങ്ങളും പവിത്രതകളും പരാമർശിക്കുന്ന പ്രമാണങ്ങൾ പഠന വിധേയമാക്കുമ്പോൾ മുസ്ലിമിന്റെ ഇഹപര വിജയങ്ങൾ മുഴുവനും സ്വലാത്ത് കൊണ്ട് കൈയടക്കാനാവുമെന്ന് ബോധ്യപ്പെടും. സ്വലാത്ത് മുസ്ലിമിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. എല്ലാ മാനസിക ദുർഗന്ധങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. മാനസിക സംഘർഷങ്ങൾ ഇല്ലാതാകുന്നു. വിശ്വാസത്തിന് കരുത്തു പകരുന്നു. ശരീരത്തിന് ആരോഗ്യം നൽകുന്നു. ഇവിടെ ഇതാ നീറുന്ന പ്രശ്നങ്ങളുമായി വരുന്ന ആയിരങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായ പാവൂർ സ്വലാത്ത് മജ്ലിസ് അനുഭവങ്ങളുടെ കലവറയാണ്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ക്യാൻസർ രോഗം ഭേദമായവർ, വർഷങ്ങളോളം സിഹർ ബാധിച്ച് ഭേദമാവാത്തവർക്ക് ആശ്വാസം ലഭിച്ചവർ, വർഷങ്ങളോളം മക്കളില്ലാത്ത പ്രയാസപ്പെടുന്ന ദമ്പതിമാർക്ക് മക്കളുണ്ടായ അനുഭവം പാവൂർ സ്വലാത്ത് മജ്ലിസിലൂടെ അനുഭവം പങ്കുവെച്ചവരുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ പങ്കുവെച്ച മജ്ലിസാണ് പാവൂർ സ്വലാത്ത്. ഒരുപാട് വിശ്വാസികളെ കോടാനുകോടി സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ഓരോരുത്തരുടെ മനസ്സാകുന്ന മാണിക്യമുത്തിനെ മദീന മലർവാടിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പാവൂർ സ്വലാത്ത് മജ്ലിസ് കാരണം.